ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഒപ്പാക് ഒബ്ജക്റ്റ്. ലൈറ്റിനെ കടത്തി വിടാത്ത ഒബ്ജക്റ്റിനെ പറയുന്ന പേരാണ് ഒപ്പാക് ഒബ്ജക്റ്റ് എന്ന് പറയും. അപ്പോൾ സപ്പോസ് ഇവിടെ ലൈറ്റ് ഉണ്ടായി, അപ്പോൾ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഒപ്പാക് ഒബ്ജക്റ്റിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യാൻ വിചാരിക്കും. അപ്പോൾ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് അത് അതിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും ബെൻഡ് ചെയ്തിട്ടായിരിക്കും പുറത്തേക്ക് പോവുക. അതായത് ഇങ്ങനെ വന്നു ബെൻഡ് ചെയ്തു ഇങ്ങനെയായിരിക്കും പോവുക. ഈ ഒരു പ്രോസസ്സാണ് ശരിക്കും പറയുന്നത് ഡൈഫ്രാക്ഷൻ. ഡൈഫ്രാക്ഷൻ ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ടച്ചസ് ആൻ ഒപ്പാക് ഒബ്ജക്റ്റ്. ഈ പ്രോസസ്സിനെ പറയുന്നതാണ് ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഡൈഫ്രാക്ഷൻ നടക്കാനായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്? സപ്പോസ് ഇവിടെ വരുന്ന വേവ്ലെങ്ത്, ഓക്കെ, ഇവിടെ വരുന്ന വേവ്ലെങ്ത് ആണ് നോക്കുക. ഈ ഒരു വേവ്ലെങ്ത് ലാംഡ. അപ്പോൾ ലാംഡ വേവ്ലെങ്ത് ഉള്ള ലൈറ്റ് ആണ് ഇവിടെ വന്ന് വീണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക ഈ വേവ്ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒബ്സ്റ്റക്കിളിന്റെ ഈ സൈസിനായിട്ട് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പാരബിൾ സൈസ് ആയിരിക്കണം. അതായത് ഈ ഒബ്സ്റ്റക്കിളിന്റെ സൈസിന് കമ്പാരബിൾ സൈസുള്ള വേവ്ലെങ്ത് വന്ന് വീണാൽ മാത്രമേ ഇത് എന്ത് ചെയ്യുക ഈ ഒരു പ്രോസസ് ഡൈഫ്രാക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ വേവ്ലെങ്ത് ഓഫ് ലൈറ്റ് ഷുഡ് ബി കമ്പാരബിൾ ടു ദ സൈസ് ഓഫ് ഒബ്സ്റ്റക്കിൾ. ഈ ഒബ്സ്റ്റക്കിളിന്റെ ഈ തടസ്സത്തിന്റെ സൈസിന് എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക അതേ സെയിം വേവ്ലെങ്ത് അല്ലെങ്കിൽ അതിന്റെ കമ്പാരബിൾ വേവ്ലെങ്ത് ആയിട്ടുള്ള ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ ഒരു ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഡൈഫ്രാക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡൈഫ്രാക്ഷൻ. അപ്പോൾ